പി.വി. അൻവറിനെ മഹത്വവൽക്കരിക്കാൻ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും എല്ലാം മത്സരിക്കുകയാണ്. പി.വി. അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികമാണെന്നുള്ള കാര്യം ആർക്കും സംശയവുമില്ലാത്ത കാര്യമാണ്. അത് കൃത്യമായി ഇടതു നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. കാരണം ഇതിനു മുൻപും വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒറ്റപ്പെട്ടു പോയ നിരവധിയായ നേതാക്കളുണ്ട്. ഗൗരിയമ്മയും അതോടൊപ്പം തന്നെ MVR-നെയൊക്കെ ആരും അറിയാത്തതല്ല. അങ്ങനെ നിരവധിയായ നേതാക്കൾ കടന്നു വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇവരെയെല്ലാം കൃത്യമായിട്ട് ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആൾക്കൂട്ടം ഇവരുടെ പിന്നാലെ പോയത്. അപ്പോൾ കിട്ടിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയതല്ലാതെ സ്ഥായിയായ രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംവിധാനം ഇനിയും ഉണ്ടായിട്ടില്ല. ഇത്തരം ആൾക്കൂട്ടം താൽക്കാലികമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു. CPM-നെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. CPM അണികൾ ഭദ്രമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അൻവർ പ്രശ്നത്തിൽ പാർട്ടിക്ക് യാതൊരുവിധ വേവലാതിയുമില്ല. അൻവറിനെതിരെ കേസെടുത്തത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ADGP-യെ മാറ്റണമെന്ന നിലപാടിൽ അന്വേഷണ റിപ്പോർട്ട് വരാതെ ഒന്നും പറയാനാകില്ല. ആരോപണം കൊണ്ട് ആരും കുറ്റക്കാരാകുന്നുമില്ല. അൻവറിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിന്റെ കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. അൻവറിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മറ്റൊരു പ്രശ്നം വരുമ്പോൾ മാധ്യമങ്ങൾ അതിലേക്ക് വഴിമാറിപ്പോകും. അൻവറിന്റെ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി വിട്ടുപോയ ആളാണ്. ഇദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിക്കാരനായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുകയാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് മലപ്പുറം ജില്ലയ്ക്കെതിരായ ആരോപണങ്ങൾ എന്ന പേരിൽ ദി ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിലെ പല ഭാഗങ്ങളും അടർത്തിയെടുത്ത് വികലമായി ചിത്രീകരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ വിശദീകരണം. കാരണം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വ്യക്തതയുടെ കുറവുണ്ട് എന്നുള്ള കാര്യം അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ നമുക്ക് തന്നെ അംഗീകരിക്കേണ്ടി വരും. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഹവാല അല്ലെങ്കിൽ കിട്ടിയ സ്വർണം, വേട്ട നടത്തിയ സ്വർണവും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കിട്ടിയ കള്ളനോട്ടുകളും അടക്കമുള്ള കാര്യങ്ങൾ തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് പ്രശ്നമായിരിക്കുന്നത്. കാരണം കേരളത്തിലെ മറ്റ് എയർപോർട്ടുകളിലും ഇത്തരത്തിൽ സ്വർണം പിടിക്കാറുണ്ട്, അതുപോലെ കള്ളപ്പണം പിടിക്കാറുണ്ട്, രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലും പിടിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ജില്ല പോലുള്ള ഒരു പ്രദേശത്തെ അതുപോലെ വക്രീകരിച്ച് കാണിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാറില്ല. ഇത് കരിപ്പൂർ വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കരിപ്പൂരിലുള്ളതെന്നറിയാം. കേവലം കൊണ്ടൊരു കരിപ്പൂരിൽ എന്നുള്ള സ്ഥലം ഇരിക്കുന്നത് മലപ്പുറത്താണെന്നും അറിയാം. അതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ മേൽ, അവിടുത്തെ ജനങ്ങളുടെ മേലിലേക്ക് കരുനിഴൽ വീഴ്ത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയിൽ നിന്നും നേതാക്കൾ പിന്മാറേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് ഇന്ന് കരുതുന്നത്. പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് തന്നെ 2 പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ വിശദീകരണം PV അൻവറിനും സംഘത്തിന് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏതായാലും വരാൻ പോകുന്ന ചില സൂചനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തു നിന്നും കൊഴിഞ്ഞു പോകുന്ന പലരും മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രിയരാകുമ്പോൾ അവിടെ എന്തൊക്കെയോ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് കാണാതെ വയ്യ.